ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ മീൻ പിടിക്കാനൊക്കെ പോയിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് മീൻ അങ്ങോട്ട് പിടിക്കാതെ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധന സാമഗ്രികളൊക്കെ നമ്മൾ ഓൾറെഡി മീഷോ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പോകുന്നത് വേറെ എങ്ങോട്ടല്ല, നമ്മുടെ അടുത്ത് തന്നെയുള്ള അമ്പകുന്ന് പുഴയ്ക്കാണ് കേട്ടോ. മീൻ കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണണം കേട്ടോ. ഈ കുട്ടി കുട്ടി സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇറങ്ങാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷെ നോക്കി ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുഖം കൊണ്ട് താഴെ വീഴുകയും ചെയ്യും. ഈ ഒരു സ്ഥലം അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാം. നമ്മുടെ അമ്പകുന്ന് പള്ളി എത്തുന്നതിന് മുന്നായിട്ടുള്ള ഒരു പാലുണ്ടല്ലോ, അതിന്റെ അടിഭാഗമാണ് കേട്ടോ ഇത്. അങ്ങനെ പുഴയിലെത്തി നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടോ. മീഷോ ഒന്ന് നമ്മുടെ വീശി പിടിക്കുന്ന വലയുണ്ടല്ലോ, അതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ വന്നത് വേറെ ഏതോ വലയാണ്. നമ്മളെ വീട്ടിലാണ് അറ്റെന്നുണ്ടെങ്കിൽ മറ്റേ അറ്റം നമ്മുടെ തെങ്കര കനാലിലായിരിക്കും. അത്രക്കൊന്നുമില്ല, കുറച്ച് ഞാൻ തള്ളിയതാണ്. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല നീളമുണ്ട് കേട്ടോ. അപ്പൊ പറഞ്ഞു വന്നത് രമണ, ഈ വല കൊണ്ട് ഇവിടെ മീൻ പിടിക്കാൻ ശരിയാവില്ല. അപ്പോ കല്യാണം കഴിക്കാത്തതിൽ വിഷമമുണ്ടോ ചോദിക്കുമ്പോൾ, വിഷമം വരുന്ന സമയത്ത് സാമ്പാറിൽ ഞാൻ രണ്ട് ഇളക്കുന്നൊക്കെ പറയില്ലേ, അതേപോലെ മീൻ പിടിക്കാൻ പറ്റാത്ത വിഷമത്തിൽ നമ്മുടെ ഫൈസി കുട്ടി ഫാദ് കുട്ടി നല്ല തിമിർത്തങ്ങോട്ട് ചാടി കളിച്ചു കേട്ടോ. പക്ഷേ ആ വീഡിയോ നമ്മളെ യൂട്യൂബ് മാമന് ഇഷ്ടമായില്ല കേട്ടോ. ആള് നമുക്ക് സ്ട്രൈക്ക് അതുകൊണ്ട് മക്കള് നീന്തി കളിക്കുന്ന ഭാഗം റിമൂവ് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടി എഡിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഞാനാണെങ്കിൽ പോരിന് വരെ ഇറങ്ങില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഞാൻ അറിയാതെ തെല്ലത്ത് വന്നപ്പോൾ ഇക്കന്നെ ഒറ്റ ഒന്നും കേട്ടോ, അങ്ങനെ മൊത്തം നനഞ്ഞ് പിണ്ടിയായിട്ടോ. ഫാദുക്കുട്ടിക്കാണെങ്കിൽ പുറത്തൊക്കെ പോയ എന്നേക്കാൾ അഥവാണ് കേട്ടോ. ആള് തലേന്ന് ഷാളയെ എന്തായാലും ആകെ നനഞ്ഞ് പിണ്ടായി. അപ്പം എന്നാൽ നമുക്ക് കാഞ്ഞിരത്ത് പോയിട്ട് കാളം കഴിക്കാന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളെ ഭാഗ്യം കൊണ്ട് കാളം കടല്ല. പക്ഷെ കുഴപ്പമില്ല, അപ്പുറത്ത് തന്നെ നല്ല അടിപൊളി ഒരു ചായക്കട ഉണ്ട്. എണ്ണക്കടയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ കമിഴ്ന്നടിച്ച് വീഴും കേട്ടോ. അപ്പം നല്ല ചൂട് മുരിഞ്ഞ പരിപ്പോട ഉണ്ടായിരുന്നു. കുറേ നാളായി ഇങ്ങനത്തെ നല്ല മുരിഞ്ഞ പരിപ്പോട കഴിച്ചിട്ട്. അങ്ങനെ ഞാൻ പരിപ്പോട കഴിച്ചു, ഫാദുക്കുട്ടി വാഴക്ക ബജ്ജി കഴിച്ചു, ഫൈസിക്കുട്ടി മുട്ട ബജ്ജി കഴിച്ചു, ഇക്കൊള്ളിയോടെ കഴിച്ചു. ശരിയല്ലേ? അതന്നെ. അങ്ങനെ ചായയും കടിയൊക്കെ തന്നപ്പോൾ നനച്ച ദേഷ്യം ചെറുതായിട്ടൊക്കെ ഒന്ന് മാറിയിട്ടോ. ഇനിയിപ്പോൾ ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിന് കാര്യമൊന്നുമില്ലല്ലോ.